ഓക്കെ ഗായ്സ്, അങ്ങനെ ഗായ്സ് ഞാനെന്തായാലും ഇവിടെ ഇപ്പം ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, അപ്പം കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവുമായിരിക്കും. നമ്മളാണെങ്കിൽ നമ്മുടെ ഒമിനിയും എടുത്തുകൊണ്ട് എല്ലാവരെയും കിഡ്നാപ്പ് ചെയ്ത് പൈസയൊക്കെ തട്ടി പറിച്ചുകൊണ്ട് നമ്മൾ അവസാനമായിട്ടൊരു വീട് കണക്കെ അടിച്ചു തന്നിട്ട് ഒരു പെണ്ണുമ്പിള്ളയും കണക്കെ നമ്മളങ്ങനെ ഇടിച്ചിട്ടൊക്കെ. അതിന് മുമ്പേ തന്നെ ആ ഒരു പെണ്ണുമ്പിള്ളയും കണക്കെ പോലീസിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിത് അപ്പുറത്താണ് ആ വീടില്ല, ആ ഒരു വീടിൻ്റെ ഉടമസ്ഥനെ നമ്മൾ അടിച്ചൊരു പരുവാക്കി അയാളെ കിഡ്നാപ്പ് ചെയ്ത് ഒരിടത്ത് കൊണ്ട് കളഞ്ഞിട്ട് നമ്മൾ ആ വീടെടുത്തു. എന്നിട്ടാണ് ഞാനാണെങ്കിൽ ഒരാളെയും കൂടെ കിഡ്നാപ്പ് ചെയ്യാനായിട്ട് പോയി. എന്നിട്ട് ആ ഒരാളെയും കണക്ക് കിഡ്നാപ്പ് ചെയ്തു. പക്ഷേ അയാളും കണക്ക് പോലീസ് സ്റ്റേഷനിൽ കണക്ക് വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് എല്ലാ പോലീസും കൂടെ എൻ്റെ പുറകെ വന്നിട്ടുണ്ട്. അങ്ങനെ ആകെ സീനായി എന്നെ അങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്കാണെങ്കിൽ ഇറങ്ങാനായിട്ടൊന്നും തന്നെ പറ്റില്ല. കുറച്ച് കഴിയുമ്പോൾ എന്നെ സെൻട്രൽ ജയിലിൽ ഇടുന്നതാണ്. ഇപ്പുറത്തെ സൊട്ട് സൈഡിലായിട്ട് സെൻട്രൽ ജയിലുണ്ട്. ഇവിടെ ഇത്ര നേരം കിടക്കുകയായിരുന്നു. കുറച്ച് നേരം നമുക്കിങ്ങനെ നിൽക്കാനായിട്ട് സമയമുണ്ട്. ഓക്കെ കേസ്, നമുക്ക് ഇപ്പം എന്തെങ്കിലും ചെയ്തേ പറ്റുമോ, അല്ലെങ്കിൽ നടക്കത്തില്ല. ഓക്കെ, എന്തായാലും നമ്മുടെ വണ്ടിയുടെ കീയും കാര്യങ്ങളൊക്കെ നമ്മുടെ പോലീസുകാരുടെ കയ്യിലും കണക്കെയാണ്. അപ്പോൾ നമുക്കെന്തായാലും ആ ഒരു കീയും കണക്ക് ഫസ്റ്റ് ഒന്ന് എടുക്കണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം കേസ്. ഓക്കെ, അപ്പം ഞാൻ നൈസായിട്ട് ഇതിൻ്റെ ബാക്കിൽ കൂടെ പോകുന്നുണ്ട്. ചെറുതായിട്ട് തന്നെ നോക്കുന്നുണ്ട്. ഓക്കെ, നൈസായിട്ട് എടുക്കാം. ഓക്കെ കേസ്, കീങ്ങളൊക്കെ നൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. എൻ്റെ മോനെ ഓടിക്കോ. എൻ്റെ മോനെ ഇവന്മാരെല്ലാം അതിനെ ചവിട്ടി കൂട്ടിയിട്ടുണ്ട്. നമുക്കെന്തായാലും നമ്മുടെ വണ്ടിയുടെ കീങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ പുറത്തിരിക്കണവന്മാരുടെ നമ്മുടെ ഗണ്ണും കൂടെ നമ്മളങ്ങനെ ഫൈൻഡ് എന്തായാലും നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട്. എൻ്റെ അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ വണ്ടി ഇരിപ്പുണ്ട്. നമ്മളെ ഒമിനിയും കണക്ക് ഇവിടെ ഇരിക്കുകയാണ്. നമ്മളങ്ങനെ ഫൈനലി നമ്മളങ്ങനെ എടുത്തിട്ട് ഉണ്ട് കേസ്. ഓക്കെ, നമുക്ക് ഒരു ഐഡിയ ചെയ്യാം. നമ്മൾ ഇങ്ങനെ അവന്മാർ ദ്രോഹിച്ചല്ലോ, അതുകൊണ്ട് നമുക്ക് ഇവന്മാർക്കിട്ടൊരു പണി എടുത്തിട്ട് പോകാം. ഓക്കെ, ഓടിക്കൂ. എൻ്റെ മോനെ ഇവിടെ പോലീസ് വണ്ടിയിലും കണക്ക് എല്ലാത്തിലും തീ പിടിച്ചിട്ടുണ്ട്. ഏകദേശം പോലീസുകളെല്ലാം അലേർട്ടായിട്ടുണ്ട്. മിക്കവാറും ഇവിടെയൊക്കെ അവന്മാർ കാണുമായിരിക്കും. അവിടെ ഒരു പോലീസ് വണ്ടികളൊക്കെ ഉണ്ട്. ഞാൻ നൈസായിട്ട് അതിനെ വെട്ടിച്ചിട്ട് ഉണ്ട്. ഓക്കെ, ഇവിടെ വേറൊരു പോലീസുണ്ട്. എൻ്റെ മോനെ നമ്മുടെ വണ്ടി നൈസായിട്ട് മറിഞ്ഞിട്ടുണ്ട് കേസ്. ഓക്കെ, നമ്മളെന്തായാലും വണ്ടി നൈസായിട്ട് വളച്ചെന്തായാലും എടുത്തിട്ട് ഉണ്ട്. ഓക്കെ, നമുക്ക് നൈസായിട്ട് ഇതിലേ കൂടെ ഇങ്ങനെ വട്ടം കറങ്ങി പോകണം. മിക്കവാറും ഈ സൈഡിൽ പോലീസുകളൊക്കെ കൂടെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്കൊരു ഐഡിയ ചെയ്യാം. നമുക്ക് അവർ ജുറാസിക് പാർക്ക് കംപ്ലീറ്റ്ലി അങ്ങ് ചുറ്റി വരും. ഇവിടുത്തെ പോലീസ് ആൾക്കാരാണെങ്കിൽ പിന്നെ ഡൈനോസറുകാരൊക്കെ ഭയങ്കര പേടിയാണ്. അവരാണെങ്കിൽ ആ പോർഷനിലോട്ട് വരുമല്ലോ. ഓക്കെ, ഞാൻ നൈസായിട്ട് അതിലേ കൂടെ എടുത്തു. പോയോ, നമ്മുടെ വണ്ടി നൈസായിട്ട് മറിഞ്ഞ് പേടിക്കണം. കത്തിച്ച് വിടാം. ഓക്കെ, ഇവിടെ അവരെന്തായാലും വരത്തില്ല. അതെന്തായാലും 100% ഉറപ്പാണ്. നമ്മുടെ ഒമിനിയും കൊണ്ട് പോവാണ്. നമ്മളങ്ങനെ ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെട്ടത്. ഓക്കെ, പിന്നെ ഒരു പാടുപെട്ടാണ് ഗൈസ് രക്ഷപ്പെട്ടത് തന്നെ ഗൈസ്. ഓക്കെ, നമ്മുടെ എല്ലാ വണ്ടികളും പോലീസുകാരെന്തായാലും പിടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുവരെയായിട്ട് അടിച്ചു മാറ്റിയത്. ഓക്കെ, 2 വീടെന്നല്ല അവർ പിടിച്ചെടുത്തില്ല. അത് അവർക്ക് അറിഞ്ഞൂടാ നമ്മുടെ വീടാണെന്നൊക്കെ. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഏകദേശം ചുറ്റി നമുക്ക് തീർന്നിട്ടുണ്ട്. എൻ്റെ മോനെ ഓക്കെ ഗായ്സ്, ഇതിലേക്കൂടെ വളച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ മോനെ ഇവിടുത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു പോർഷനും കണക്കാണ് അതൊക്കെ. ഞാൻ അതിലേക്കൂടെ വണ്ടികളൊക്കെ വെട്ടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഏകദേശം 2 പോലീസുകാരും കണക്ക് പോയിട്ട് ഉണ്ട്. ഓക്കെ, 2 പോലീസുകാരല്ല, ഒരു വാണ്ട ലെവലും കണക്കെ പോയിട്ടുണ്ട്. ഇനി 2 വാണ്ട ലെവലും കൂടെ ഉണ്ട്. നമുക്കിനി തോന്നണം നമുക്കിവിടെ കുറച്ച് നേരം വണ്ടികളൊക്കെ നിർത്തി അല്ലെങ്കിൽ പതുക്കെ പോയാൽ മതിയെന്ന് തോന്നണം. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയാലും ചിലപ്പോൾ അങ്ങ് ഇഷ്ടം പോലെ പോലീസാണ്. നമുക്ക് ഒരു വാണ്ട ലെവൽ ആവണം അവരൊന്ന് വെയിറ്റ് ചെയ്യുക. പതുക്കെ പോവാൻ കേസ്. അല്ലെങ്കിൽ എല്ലാം കൂടെ നമ്മുടെ പുറകെ ആയിരുന്നു. നമ്മളിപ്പോൾ ഒരു ഭാഗ്യത്തിനാണെങ്കിൽ രക്ഷപ്പെട്ടു. എന്തിനാണ് അവിടെ റോക്കറ്റ് ലോഞ്ചർ ഇട്ടാൽ അല്ലെങ്കിൽ അവന്മാർ ബാക്കിയുള്ള പോലീസ് സ്റ്റേഷനിലോട്ട് പാസ് ചെയ്ത സംഭവമൊക്കെ. പക്ഷെ അകത്തുള്ള 3 പേരെ കൊല്ലേണ്ടായിരുന്നു. എന്നാൽ അവർ പാസ് ചെയ്യില്ലായിരുന്നു. ഓക്കെ, ഇതിപ്പോൾ പാസ്സായിട്ടുണ്ട്. ഇപ്പം ഫുള്ളായിട്ട് ഈ ഒരു സിറ്റി ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ വെളിയിൽ ചാടിയെന്നു. ഓക്കെ, നമുക്ക് എങ്ങനെയെങ്കിലും കേസ് രക്ഷപ്പെട്ടോ. ഓക്കെ, അല്ലാതെ വേറെ വഴിയില്ല. ഓക്കെ, എന്തായാലും ഇവിടെ പോലീസ് എന്തായാലും ഇല്ല. നമുക്ക് ഒന്ന് കത്തിച്ചു വിടാം. ഓക്കെ,
അഥവാ വന്നാൽ തന്നെ അവൻ്റെ പരിപ്പിളക്കുന്നതിനൊക്കെ നമ്മളെ പ്രൊഫഷണൽ ഡ്രൈവറുകളൊക്കെയാണല്ലോ ഒക്കെ. നമ്മളൊരു കിടുക്കാച്ചായിട്ടുള്ള പ്രൊഫഷണൽ ഡ്രൈവറൊക്കെ അല്ല. അതുകൊണ്ട് നമുക്ക് ഈസിയായിട്ട് ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ വെട്ടിച്ച് അതേപോലെ വെട്ടിച്ച് ഇങ്ങനെ എടുക്കാം. ഓക്കെ, പിന്നെ ഇവിടെ ഒരു പോലീസുകാരെയും കാണൊക്കെ എന്തായാലും ഇല്ല. എന്നുവെച്ചാൽ ഇവിടെ ഉള്ളവർക്ക് ഡൈനോസറിൻ്റെ ഭയങ്കര പേടിയാണ്. ഇവിടെ ആൾക്കാർ എന്നെ ഇറങ്ങി നടക്കുന്നുണ്ടാ. സാധാരണ ഈ സൈഡ് തൊട്ട് പോലീസുകാർ വന്ന് തുടങ്ങുകയാണ്, പക്ഷെ ഇവിടെ ഇപ്പോൾ ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ഓക്കെ ഒരു വാണ്ട ലെവലും കൂടെ പോയിട്ടുണ്ട്. എൻ്റെ മോൻ ഇവിടെ ഒരു കിടുക്കാച്ച് വീടൊക്കെ എന്തായാലും ഇരിപ്പുണ്ട്. ഓക്കെ, ഇതൊക്കെ നമുക്ക് എന്തായാലും അടിച്ചു മാറ്റാനുള്ളതാണ്. എൻ്റെ മോനെ നൈസായിട്ട് പണിപ്പാൾ. ഇവിടെ എന്തായാലും ഫുള്ള് പോലീസുകാരനൊക്കെയാണ്. മിക്കവാറും എൻ്റെ വാണ്ട ലെവൽ ഒന്നും കൂടെ കൂടാൻ ചാൻസ് ഉണ്ട്. അയ്യോ അയ്യോ അയ്യോ. ഓക്കെ, ഇവന്മാർ ഭയങ്കര ഇടി ഭയങ്കര കറക്കമൊക്കെയാണ്. ഓക്കെ, ഇവന്മാർ ഫുള്ള് ബ്ലോക്ക് ഇടാനായിട്ടാണ് നോക്കണം. ഓക്കെ, നമ്മളങ്ങനെ ഏകദേശം നമ്മൾ വന്നിടത്ത് തന്നെ തിരിച്ച് ഏകദേശം എത്തിക്കണം. നമുക്ക് ഇതിലേ കൂടെയൊക്കെ പോവാം. ഓക്കെ, ഫുട്പാത്തിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ പോകണത്. എന്തായാലും കത്തിച്ച് വിടാം. ഓക്കെ ഇവിടെ ഒരുത്തരങ്ങളൊക്കെ എന്തായാലും നമ്മളെന്തായാലും ബ്ലോക്കുകളൊക്കെ ചെയ്യാൻ നോക്കിയതാണ്, പക്ഷെ എന്തായാലും അത് പറ്റിയില്ല. നമ്മളതിൻ്റെ ഇടയിൽ കൂടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷപ്പെടണം. ഓക്കെ, ഇവിടെ ഫുള്ളായിട്ട് എന്തായാലും ഇവന്മാരെന്തായാലും നമ്മളെ തിരിക്കുകയാണ്. നമുക്ക് എങ്ങനെയെങ്കിലും ഒരു സ്ഥലം എന്തായാലും കണ്ടുപിടിക്കണം. ഫുള്ളായിട്ട് എന്തായാലും പോലീസ് കണക്ക് ഇളകിയൊക്കെയാണ്. നമുക്ക് എന്തായാലും ഇതിലേ കൂടെ നമുക്ക് എന്തായാലും വളച്ചെടുക്കാം. ഓക്കെ, എൻ്റെ മോനെ അവിടെ ഒരു പോലീസ് കണക്കുണ്ട്, അവനെ നമ്മളെന്തായാലും വെട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ വെട്ടിച്ചെടുക്കുമ്പോൾ എന്തായാലും കുഴപ്പമില്ല. നൈസായിട്ട് ഇതിലേ കൂടെ കയറിപ്പോയി. എൻ്റെ മോൻ ഇവിടെ ഒരുത്ത നിൽക്കുകയാണ്. ഓക്കെ, നമ്മളങ്ങനെ വണ്ടികളൊക്കെ ഇതേപോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. എൻ്റെ മോനെ അവിടെ നിന്ന് ഒരുത്തം പറന്നു വരെയാണ്. നമുക്ക് എന്തായാലും കത്തിച്ച് വിടാം, അല്ലെങ്കിൽ നമ്മളെന്തായാലും അവൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് ചാടിക്കൊടുക്കും. ഓക്കെ എൻ്റെ മോനെ. ഓക്കെ, ഞാൻ അങ്ങനെ ഇടയിൽ കൂടെ എടുത്തിട്ടുണ്ട്. എൻ്റെ മോനെ, നമുക്ക് ആൾക്കാരെ വേണമെങ്കിൽ കിഡ്നാപ്പ് ചെയ്യാമായിരുന്നു. എൻ്റെ മോനെ, ഇവിടെ ഇപ്പോൾ എന്തായാലും എൻ്റെ വാണ്ട ലെവലും കണക്ക് എന്തായാലും പോയിട്ട് എന്തായാലും ഉണ്ട് കേസ്. ഓക്കെ, നമുക്കെന്തായാലും അധികം നേരം ഇവിടെ നിൽക്കാൻ നമുക്കെന്തായാലും നിൽക്കണ്ട. നമുക്ക് മാക്സിമം പറ്റുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യ വേണമെങ്കിൽ അങ്ങ് വിടാം കേസ്. ഓക്കെ, നമുക്ക് ഈ വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് വിടാം. കാരണം പോലീസുകാരിപ്പോൾ നമ്മളെ ചിലപ്പോൾ തപ്പുന്നുണ്ടായിരിക്കും. ഓക്കെ, എൻ്റെ മോനെ, നമ്മുടെ വണ്ടിയുടെ കൺട്രോളൊക്കെ എന്തായാലും പോയിട്ട് എന്തായാലും ഉണ്ട്. നമ്മുടെ വണ്ടി ഏകദേശം ഒരു പരിവായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നൈസായിട്ട് എന്തായാലും വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് നേരെ എന്തായാലും ഞാൻ എന്തായാലും ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് അങ്ങനെ കയറിയിട്ടുണ്ട്. എൻ്റെ മോനെ, ഇവിടെ പോലീസുകാരൊന്നും തന്നെ ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് തിരിച്ച് നമ്മുടെ വീട്ടിലോട്ടേക്ക് പോവാം. ഓക്കെ, ഏത് വീട്ടിൽ പോകണമെന്നുള്ള ഡൗട്ട്. ഓക്കെ, നമ്മുടെ വീട് പക്ഷെ അവരെന്നാലും പിടിച്ചെടുത്തില്ല. നമ്മുടെ എല്ലാ വണ്ടികളും അവർ പിടിച്ചെടുത്തു. ഓക്കെ, പിടിച്ചെടുത്തിട്ട് അതെല്ലാം കൊണ്ടുപോയിട്ട്. ഓക്കെ, നമ്മളാണെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിൽ കണ്ടില്ല, അതിൽ കുറച്ചൊക്കെ നമ്മുടെ വണ്ടികളാണ്. ഓക്കെ, ബാക്കി വണ്ടികളൊക്കെ അവരെന്തായാലും പോലീസ് സ്റ്റേഷനിലുള്ളവരെ തന്നെയായിട്ടുള്ള ഇവരെ കുറ്റം ചെയ്യണ ആൾക്കാരെ വണ്ടി ഇങ്ങനെ എന്തായാലും പാർക്ക് ചെയ്യണ ഒരു സ്ലോട്ട് കണക്ക് അവർക്ക് എവിടെ ഉണ്ട്. അവിടെ എന്തോ കൊണ്ടെന്തായാലും ഇട്ടുകയാണ്. നമ്മുടെ വണ്ടി എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റാൻ പറ്റുമോ എന്ന് നോക്കണം. എൻ്റെ മോനെ, ഇവിടെയൊക്കെ ഫുള്ള് കൊണ്ട് ഇടിച്ചേറ്റി കൊടുക്കുകയാണ്. മിക്കവാറും വണ്ടിയുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനം. നമുക്ക് എന്തായാലും പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒന്ന് പാസ് ചെയ്ത് പോകും. ഇവിടെ കുറേ വണ്ടികൾ കുഴപ്പമുണ്ട്, പക്ഷെ കുറേ കത്തി പിടിച്ചിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ നമ്മുടേതും കൂടെയാണ്. ഓക്കെ, അതുകൊണ്ടൊരു സീനിങ്ങളൊക്കെ ഉണ്ട് കേസ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്തായാലും വേറെ പോലീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഏകദേശം ഓക്കെയാണെന്ന് തോന്നുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളുമായിട്ടുള്ള ഒരു തെളിവും ഇനി ബാക്കിയാക്കണം. നമുക്ക് ഇവിടുത്തെ എല്ലാ വണ്ടികളും അങ്ങ് കത്തിച്ചളയാം. നമ്മുടെ വണ്ടികളാണ് ഈ കിടക്കുന്നതെല്ലാം, പക്ഷെ എന്നാലും നമുക്ക് കത്തിക്കാൻ ഗൈസ്. ഒക്കെ വെച്ചാൽ വേറെ വഴിയില്ല. അയ്യോ ഗൈസ്, നമ്മൾ നൈസായിട്ട് ചത്ത് ഗൈസ്. അയ്യോ എൻ്റെ അമ്മച്ചി.